സ്വാഗതം. കലാഭവൻ മണി എന്ന മഹാനടൻ ദീപ്തമായ ഓർമ്മയായി മാറിയിട്ട് 3 മാസങ്ങൾ പിന്നിടുന്നു. കലാകേരളത്തിന് തീരാ നഷ്ടമായി മാറിയ ഈ വിയോഗത്തിൻ്റെ പിന്നിലെ ദുരൂഹതയും സങ്കീർണതകളും ഇന്നും മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നു. ഏറ്റവും ഒടുവിൽ CBIക്ക് കൈമാറാൻ ശുപാർശ ചെയ്യപ്പെട്ട ഈ കേസിൽ ആരോപണത്തിൻ്റെ മുൾമുനയിൽ നിൽക്കുന്നത് മണിയുടെ ഉറ്റ സുഹൃത്തുക്കളിൽ ചിലരും കൂടിയാണ്. ആരോപിതരെ കുറ്റം തെളിയിക്കപ്പെടുന്നതിന് മുൻപ് തന്നെ കുറ്റവാളിയായി കാണുന്ന ഒരു സമൂഹം കൂടിയാണ് നമ്മുടേത്. കലാഭവൻ മണിയുടെ സഹോദരൻ RLV രാമകൃഷ്ണൻ നടത്തിയ പരാമർശങ്ങളിലൊന്ന് മണിയുടെ മരണത്തിന് കാരണമായത് അദ്ദേഹത്തിൻ്റെ സൗഹൃദം തന്നെയാണെന്നാണ്. ഈ ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ തങ്ങളുടെ നിലപാടുകൾ സമൂഹത്തിന് മുന്നിൽ വെളിപ്പെടുത്താൻ എത്തിയിരിക്കുകയാണ് മണിയുടെ സുഹൃത്തുക്കൾ. ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നവർ ഷിബു മാനേജർ, ജയൻ പട്ടത്ത്, കലാഭവൻ ജിൻഡോ, കലാഭവൻ ജയൻ, അജിൽ മണിമുത്ത്. നമുക്ക് ഷിബുവിൽ നിന്ന് തുടങ്ങാം. ഷിബു, എങ്ങനെയാണ് കലാഭവൻ മണിയുമായിട്ടുള്ള ഒരു സൗഹൃദത്തിൽ ആരംഭിക്കുന്നത്? ഞാൻ ഏകദേശം ഒരു 16 വർഷമായിട്ടുണ്ട് കലാഭവൻ മണിയായിട്ടുള്ള സൗഹൃദം തുടങ്ങിയിട്ട്. അന്ന് മുതൽ ഞാൻ ഏറെക്കുറെ കലാഭവൻ മണിയുടെ സെറ്റിലൊക്കെ വെറുതെ വിസിറ്റ് ചെയ്യാറുണ്ട്. ഒരുപാട് യാത്രകളും ഞങ്ങൾ തമ്മിൽ നടന്നിട്ടുണ്ട്. അതിനുശേഷം 2013 എൻ്റെ സുഹൃത്തായ ജോബിക്കൊരു അസുഖം വന്നിട്ട് ഞാൻ മാനേജർ സ്ഥാനം ഏറ്റെടുക്കുന്നത്. അത് പിന്നെ കൂടുതൽ ഞങ്ങൾ തമ്മിൽ വിദേശ യാത്രകളും അങ്ങനെ ഒരു മാനേജർ സ്ഥാനം ഏറ്റെടുക്കണമെങ്കിൽ അത്രമാത്രം ഒരു വിശ്വാസം ഉണ്ടാവണമല്ലോ. സാഹചര്യം എങ്ങനെ ഉണ്ടായി? ഓക്കെ, അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, 16 വർഷത്തെ ബന്ധം അറിഞ്ഞതുകൊണ്ടാണ്, എനിക്ക് അതിനുള്ള എന്തെങ്കിലും കഴിവുകൾ ഉണ്ടെന്ന് ആൾക്ക് മനസ്സിലാക്കിയത് കൊണ്ടാണ് എന്നെ ആ സുഹൃത്തുക്കളുടെ ഇടയിൽ നിന്നും എന്നെ ഒരു സ്ഥാനത്ത് ഏൽപ്പിക്കുന്നത്. അല്ലാതെ ഞാൻ പോയി ആളുടെ മാനേജർ ആവാമെന്ന് പറഞ്ഞിട്ട് ഇതുവരെ ഞാൻ പോയിട്ടില്ല. പക്ഷേ എന്നോടുള്ള സ്നേഹം കൊണ്ടും എന്നെ ഒരു അനിയനായിട്ട് കാണുന്ന ആ സൗഹൃദം ആണ് എന്നെ മാനേജർ സ്ഥാനത്തേക്ക് എത്തിച്ചത്. ഞാൻ 2013 ഞാൻ മാനേജറായിട്ട് ചാർജ് എടുക്കുന്നത്. ഫസ്റ്റ് എനിക്ക് അതിനകത്തൊരു അഭിമാനം എന്ന് പറയുന്നത്, ഞാൻ ചെയ്ത ഫസ്റ്റ് ഷോ കൈരളി ചാനലിന് വേണ്ടി വിദേശത്താണ് ഫസ്റ്റ് ഷോ ചെയ്യുന്നത്. അത് മോഹൻ സാറാണ് എന്നെ ഇവിടുന്ന് ആദ്യം വിളിക്കുന്നത്. അതാണ് എൻ്റെ ഫസ്റ്റ് മാനേജർ ആയതിനു ശേഷമുള്ള ഫസ്റ്റ് പ്രോഗ്രാം. അതിനുശേഷം ഏറെക്കുറെ 1.5 വർഷക്കാലമാണ് ഞാൻ കലാഭവൻ മണിയുടെ മാനേജറായിട്ടിരുന്നത്. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ഒരു സുഹൃത്ത് ജോബി, ആൾക്കൊരു അസുഖം വന്നത് ആ ഗ്യാപ്പിലാണ് ഞാൻ വന്നത്. ജോബി 1.5 വർഷത്തിന് ശേഷം വരികയും ഞാൻ ആ സ്ഥാനം ജോബിക്ക് എന്നെ തിരിച്ചേൽപ്പിച്ചിട്ട് ഞാൻ പോയിട്ടുള്ളതാണ്. അതാണ് അവിടെ ഉണ്ടായത്. കാരണം ഞാൻ ജോബിയും അത്രയും ക്ലാസ്മേറ്റാണ്. അപ്പോൾ അവൻ എനിക്ക് തോന്നുന്നു 2000 മുതൽ തന്നെ മണിയുടെ മാനേജറാണ്. അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ സിനിമ ഫീൽഡിലും കാര്യങ്ങളൊക്കെ അവന് തന്നെ കൂടുതലും പരിചയം ഉള്ളൂ. പിന്നെ എനിക്ക് പരിചയം പിന്നീടുണ്ടായതാണ്. പക്ഷേ ഈ 1.5 വർഷത്തെ കാലം എന്ന് ഞാൻ പറയുന്നത്, അതിനുശേഷം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കലാഭവൻ മണി ഇരുന്നിട്ടില്ല. ആ ഒരു ഗ്യാപ്പാണ്. അതിനിടയിൽ ഇവിടുത്തെ ഒരു ഷോ മണിമേളം ചെയ്ത് ഞാൻ ഇരിക്കുന്ന അവസരത്തിലാണ്. ആ 1.5 വർഷക്കാലം കലാഭവൻ മണി ഞാൻ ഇരുത്തിയിട്ടില്ല എന്ന് തന്നെ പറയാം. ആൾക്ക് ഡേറ്റ് ഉണ്ടായിരുന്നില്ല. ഞാൻ ഇറങ്ങുന്നത് ഒരു 2014 നവംബർ 3 അന്നാണ് ഞാൻ ജോബിക്ക് സ്ഥാനം തിരിച്ചു കൊടുത്തത്. അതിനുശേഷം ഇപ്പോൾ 1.5 വർഷമായിട്ടുണ്ട് ഞാൻ കലാഭവൻ മണിയുടെ ഒരു ഡേറ്റുകളോ അല്ലെങ്കിൽ വേറെ ഒരു കാര്യങ്ങളോ ഞാൻ ഇടപെട്ടിട്ടില്ല. കാരണം ജോബി അത് ഉണ്ട് അവിടെ. ഇപ്പോൾ ഇതിനകത്ത് നേരത്തെ പറയുന്നു, അതിനകത്ത് ഞാൻ കയറി പറയുന്നു, രാമകൃഷ്ണൻ 2 മാനേജർമാരുടെ കാര്യം നേരത്തെ പറഞ്ഞായിരുന്നു. കലാഭവൻ മണിക്ക് ഒരു ടേബിൾ ഒരു മാനേജർ ഉണ്ടായിട്ടുള്ളൂ. ജോബി ഇല്ലാതിരുന്ന അവസ്ഥയിലാണ് ഞാൻ വന്നത്. 2 മാനേജർ ഒരിക്കലും ഉണ്ടായിട്ടില്ല. അസിസ്റ്റൻസ് ഉണ്ട്, ഡ്രൈവറുണ്ട്, അല്ലെങ്കിൽ മറ്റ് മേക്കപ്പ് മാൻ ഉണ്ട്, അങ്ങനെ പല ആൾക്കാരുണ്ട്. ഒരേ ടൈമിൽ ഒരു മാനേജർ ഉണ്ടായിട്ടുള്ളൂ. പിന്നെ ഞങ്ങൾ ഒരുവിധം യാത്രകളൊക്കെ ഞങ്ങൾ ഒരുമിച്ച് സൗഹൃദം അത് കൂടുതൽ ബലപ്പെടാണ് ഉണ്ടായത്. ഞങ്ങൾ അങ്ങോട്ട് പോകുന്നത് ഇങ്ങോട്ട് പോകുന്നത് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ഈ 1.5 വർഷം ലാസ്റ്റ് 1.5 വർഷമായിട്ട് ഞാൻ മണിയുടെ ഒരു കാര്യത്തിലും ഞാൻ ഇൻവോൾവഡ് അല്ല. ജിൻഡോ, കലാഭവൻ എന്നൊരു സ്ഥാപനം വഴിയാണോ മണിയെ പരിചയപ്പെടുന്നത്?
ഞാൻ ശരിക്കും പറഞ്ഞ 99 കലാഭവനിൽ വന്നതാണ്. അബലച്ചൻ്റെ കൂടെ, അബലച്ചൻ്റെ പേഴ്സണൽ സ്റ്റാഫായിട്ടാണ് കലാഭവനിൽ വരുന്നത്. പിന്നെ മിമിക്രി ആർട്ടിസ്റ്റായി. അങ്ങനെ നാദിർഷക്കയുടെ കൂടെ, അന്ന് മണിച്ചേട്ടനും നാദിർഷക്കയും കൂടെ മണിനാഥം എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ചെയ്യുന്ന സമയമാണ്. അപ്പോൾ ഞാൻ അച്ഛൻ മരിച്ചതിന് ശേഷം ഞാൻ കലാഭവനിൽ നിന്ന് ഇറങ്ങി ആ സമയത്ത് നാദിർഷക്ക എൻ്റെ ഒരു പ്രോഗ്രാം കണ്ടിട്ട് സ്ഥിരമായിട്ട് നിനക്ക് നമ്മുടെ ട്രൂപ്പിൽ ആങ്കർ ചെയ്യാൻ വരാമോ എന്ന് ചോദിച്ച്, അങ്ങനെ ഞാൻ നാദിർഷക്കയുടെ കൂടെ പോകും. അത് നമുക്ക് വലിയൊരു ഗിഫ്റ്റാണ്, നാദിർഷക്കൊക്കെ നമ്മളെ വിളിക്കുക എന്ന് പറയുന്നത്. അങ്ങനെ നാദിർഷക്കയുടെ കൂടെ പോയപ്പോൾ മണിച്ചേട്ടനുണ്ട്. അങ്ങനെയാണ് മണിച്ചേട്ടൻ ആദ്യമായിട്ട് കാണുന്നത്. അപ്പോൾ മണിച്ചേട്ടനെ കണ്ട് മണിച്ചേട്ടൻ്റെ കൂടെ പ്രോഗ്രാമായിട്ട്, ഇവരുടെ മണിനാഥം എന്ന് പറഞ്ഞ പ്രോഗ്രാമായിട്ട് ഇങ്ങനെ പോകുന്ന സമയത്ത് 2012 ആയപ്പം മണിച്ചേട്ടന് ഇവിടുന്ന് തിരുവനന്തപുരത്ത് നിന്ന് CPM-ൻ്റെ ഒരു പ്രോഗ്രാമിന് ഇവിടുന്ന് മിനിസ്റ്റർ കണ്ട് വിളിക്കുകയുണ്ടായി. മണിച്ചേട്ടനെ ഡയറക്റ്റ് വിളിച്ചു. ബഡ്ജറ്റ് കുറവുള്ളൊരു പ്രോഗ്രാം, ഇവിടെ നമ്മുടെ ചന്ദ്രനയ സ്റ്റേഡിയത്തിൽ വെച്ചിട്ടായിരുന്നു പരിപാടി. അപ്പോൾ ഞാനുണ്ട് അവിടെ കോൾ വരുമ്പം. അപ്പോൾ അവനോട് പറഞ്ഞു, മണിച്ചേട്ടൻ പറഞ്ഞു, സാറേ നാദിർഷയും ഞാനും കൂടെ വരാനുള്ള ബഡ്ജറ്റ് ഇല്ല, അത് ഇത്രയും ബഡ്ജറ്റ് വേണം നമുക്ക്. അപ്പോൾ അവർ പറഞ്ഞു മണിയെ ഒറ്റയ്ക്ക് വന്നാൽ മതി എന്ന് പറഞ്ഞു. മണിച്ചേട്ടൻ എന്നോട് ചോദിച്ചു, എടാ നിനക്ക് ഈ ഷോ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, മണിച്ചേട്ടൻ ഞാനെങ്ങനെ ചെയ്യുന്നത്, കാരണം നാദിർഷക്കയാണ് എന്നെ കൊണ്ടുവന്നത്, പിന്നെ എങ്ങനെ നിനക്ക് ചെയ്യാൻ പറ്റില്ലയോ, അതേ ഞാൻ ചോദിച്ചുള്ളൂ. ഞാൻ പറഞ്ഞ് മണിച്ചേട്ടൻ പറഞ്ഞാൽ പിന്നെ ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ. ഞാൻ പറഞ്ഞ് ചെയ്യാം എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ എൻ്റെ നമ്പർ കൊടുക്കാൻ വേണ്ടി എൻ്റെ നമ്പർ അവർക്ക് കൊടുക്കുകയാണ്. അങ്ങനെയാണ് ഫസ്റ്റ് പ്രോഗ്രാം എടുക്കുന്നത്. അങ്ങനെ മണിച്ചേട്ടനോട് ആ ഷോ ചെയ്തു, അത് സക്സസ് ആയി. പിന്നെ സ്ഥിരമായിട്ട് മണിച്ചേട്ടൻ ആര് പ്രോഗ്രാമിന് വിളിച്ചാലും മണിച്ചേട്ടൻ എൻ്റെ നമ്പർ കൊടുത്തു തുടങ്ങി, ജിൻഡോനെ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട്. അങ്ങനെയാണ് മണിച്ചേട്ടൻ്റെ കൂടെ ട്രൂപ്പിലേക്ക് വരുന്നത്. പിന്നെ അതൊരു ഇപ്പോൾ ഈ മരിക്കുന്നതിൻ്റെ അവസാനം ശ്രീകൃഷ്ണപുരത്ത് നടത്തിയ ഫെബ്രുവരി 28 നടത്തിയ അവസാനത്തെ പ്രോഗ്രാം വരെ തുടർന്ന് ഞങ്ങൾ അത്രയും വർഷം ഒന്നിച്ചുണ്ടായിരുന്നു. അങ്ങനെയാണ് മണിച്ചേട്ടനോടൊപ്പം ഈ ട്രൂപ്പിൽ ഞങ്ങൾ തുടങ്ങിയത്. കേരളത്തിലും വിദേശത്തും ഒക്കെ ഒത്തിരി പ്രോഗ്രാമുകൾ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് മണിച്ചേട്ടനായിട്ടുള്ളൊരു ബന്ധം, സൗഹൃദം ഉണ്ടായത്. മണിച്ചേട്ടനും ശിവചേട്ടൻ പറഞ്ഞ പോലെ തന്നെ ഞങ്ങളെല്ലാവരും സ്വന്തം അനിയനെ എങ്ങനെ അനിയന്മാരെ കാണുന്ന പോലെ തന്നെയാണ് ഞങ്ങളെ കണ്ടിട്ടുള്ളത്. നമ്മുടെ എന്ത് പ്രശ്നങ്ങളും മണിച്ചേട്ടനോട് നമുക്ക് ഡിസ്കസ് ചെയ്യാവുന്ന ഒരാളായിരുന്നു. അത് ഒത്തിരി പ്രശ്നങ്ങൾ ഇപ്പം നമ്മൾ ഓൺലൈനിലൂടെയും ചെറിയ ചെറിയ ലോക്കൽ പത്രങ്ങളിലൂടെ, അതാണ് രാമകൃഷ്ണൻ എഴുതിയോണ്ടാണ് ഞങ്ങൾ ഇവിടെ വന്നിരിക്കാനുള്ള കാരണം. മണിച്ചേട്ടൻ മരിച്ചിട്ട് ഇത്രയും മാസമായിട്ട് ഞങ്ങളെല്ലാവരും മാറി നടക്കുമായിരുന്നു. എങ്ങനെയെങ്കിലും ദൈവം ഈ കേസും തെളിഞ്ഞ് ഇതെന്താ സംഭവിച്ചതെന്ന് നമുക്ക് കേരളത്തിലെ ജനങ്ങൾ അറിയുന്ന പോലെ, ആഗ്രഹിക്കുന്ന പോലെ തന്നെ നമുക്കും അറിയണത്. കാരണം അത്രയും വർഷം ആളുടെ ശമ്പളം കൊണ്ട്, ആൾ തരുന്ന പൈസ കൊണ്ട് എന്നെ മേടിച്ച് നിന്ന് കഴിക്കുന്ന ആൾക്കാരാണ് ഞങ്ങളൊക്കെ. ഇതുകൊണ്ടാണ് ജീവിക്കുന്നത് ഞങ്ങൾ. അതുകൊണ്ട് ഞങ്ങൾക്കും അറിയണമെന്ന് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ മിണ്ടാണ്ടിരുന്നത്. പക്ഷെ രാമകൃഷ്ണൻ എന്ന് പറയുന്ന ആൾ ചെയ്തുകൊണ്ട് ഇപ്പോൾ ഓരോ പ്രവർത്തനങ്ങൾ കണ്ടിട്ട് സഹിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ആദ്യമായിട്ട് ഞങ്ങളിവിടെ വന്നിരിക്കുന്നത്. അല്ലെ വരില്ലായിരുന്നു. ജയൻ എത്ര വർഷമായിട്ട് മണിയുമായിട്ട് അടുപ്പമുണ്ട്? ഏകദേശം 10 വർഷം അതൊന്നും കലാഭവമണിയുമായിട്ടുള്ള ഒരു സ്നേഹബന്ധം തുടങ്ങി വെച്ചത്. എങ്ങനെ, ഇതേ പ്രൊഫഷനാണോ അതോ വെറും സൗഹൃദമാണോ? അല്ല, ഞാൻ കേരളത്തിൽ ഒട്ടനവധി സമരമുഖങ്ങളിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. സാമൂഹിക പ്രവർത്തനങ്ങൾ, അതിൽ പ്രധാനമായിട്ട് HIV AIDS രോഗികൾക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ ഒരുപാട് അഭിമാനത്തോടു കൂടി എന്നെ ഒരു ഗസ്റ്റായിട്ട് വിളിച്ചുകൊണ്ടാണ്, ചാലക്കുടിക്ക് ഒരു അഭിമാനമാണെന്ന് പറഞ്ഞുകൊണ്ടാണ് എന്നെ വിളിക്കുന്നതും ആ സൗഹൃദ ബന്ധം തുടരുന്നതും. അതുപോലെ കാതിക്കുടം നിറ്റ ജലാറ്റിൻ കമ്പനിയുടെ സമരസമിതി ചെയർമാൻ അവിടേക്ക് കടന്നു വരികയും അതിരപ്പള്ളിയുടെ സമരങ്ങളിലേക്ക് കടന്നു വരികയും ഒട്ടനവധി സമരങ്ങളുമായിട്ട് ചേർന്നുകൊണ്ട് മുൻപോട്ട് പോകുന്ന ഒരു വ്യക്തിയായിരുന്നു കലാഭവമണി. കാരണം വേദനിക്കുന്നവരുടെ ഇടയിലേക്ക് കടന്നു വരുന്നു. അതിൽ നിന്നൊക്കെ എന്നെ മനസ്സിലാക്കി, ഇപ്പോൾ ഷിബുവിൻ്റെ നാട്ടുകാരനും കൂടിയാണ്. അപ്പോൾ എന്നെ കൂടുതൽ മനസ്സിലാക്കിയത് കൊണ്ട് എൻ്റെ പ്രവർത്തനങ്ങളെ വിലയിരുത്തിക്കൊണ്ടാണ് എന്നെ ആ സൗഹൃദ ബന്ധം തുടർന്നുകൊണ്ടിരുന്നതും ഒട്ടനവധി വേദികളിലേക്ക് എന്നെ കൊണ്ടുപോവുകയും നല്ല നല്ല സുഹൃത്ത് ബന്ധങ്ങളിലേക്ക് എന്നെ പരിചയപ്പെടുത്തുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എന്നെ വേറൊരു രീതിയിലാണ് കാണുന്നത്. കാരണം ഒരു സോഷ്യൽ സർവീസുമായി ബന്ധപ്പെട്ട് തന്നെയാണോ മണിയെ ആദ്യമായിട്ട് കാണുന്നത്? അല്ല, ചാലക്കുടിക്കാരൻ എന്ന നിലയ്ക്കും ചാലക്കുടിയിലുള്ള ഒരു വേറൊരു ബന്ധങ്ങളുണ്ടായിരുന്നു. ഈ മിമിക്രി പ്രോഗ്രാമുകളിൽ കൂടിയൊക്കെ കടന്നു വരുമ്പോൾ അറിയാമായിരുന്നു. പക്ഷേ അത് സാധാരണ കാണുന്ന രീതിയിലായിരുന്നു. പക്ഷെ അതിനേക്കാൾ ഉപരി ഈ സമരങ്ങൾ പത്രങ്ങളിൽ കാണുമ്പോൾ കലാഭവമണിക്ക് എന്നെ കാണണമെന്നും വിളിച്ച് സ്വീകരിക്കണമെന്നും അതൊക്കെ വലിയൊരു ആഗ്രഹമായിരുന്നു. കാരണം എപ്പോഴും പറയും എനിക്കൊരു അഭിമാനമാണ്, എൻ്റെ ചേട്ടനാണ് എന്നൊക്കെ പറഞ്ഞ് നമുക്കത് സന്തോഷമാണ്. എത്ര വലിയ പ്രമുഖർ വരുമ്പോഴും അതൊന്ന് പരിചയപ്പെടുത്താനും അതൊക്കെ വളരെ സന്തോഷം തോന്നിയിട്ടുണ്ട്. അതിനൊരു മടിയും കാണിക്കാറില്ല. എന്നോട് ചോദിക്കുക എന്ത് വേണം, എന്ത് സഹായമാണ് വേണ്ടത്, ഞാൻ എന്താണ് ചെയ്യേണ്ടത്, അതൊക്കെ നല്ല രീതിയിൽ തന്നെ ചോദിക്കും. കാരണം വേദനിക്കുന്നവരുടെ വേദന അറിഞ്ഞ വ്യക്തിയാണ് കലാഭവമണി. അതുകൊണ്ട് തന്നെ അജിൽ മണിമുത്ത്, കലാഭവൻ മണി സേവന സമിതി
ഇങ്ങനെ ഒരു സമിതി ഉണ്ടാക്കുന്നതിന് മുൻപും മണിയുമായിട്ട് പരിചയമുണ്ടോ അതോ ഈ സേവന സമിതിയിൽ കൂടിയാണ്? ഉണ്ടായിരുന്നു. 10 വർഷക്കാലമായി ചേട്ടനോട്ട് പരിചയപ്പെട്ടിട്ട്. ആദ്യം കലാഭവൻ മണി ഫാൻസ് അസോസിയേഷൻ ആയിരുന്നു, അതിൻ്റെ ഒരു ഭാരവാഹിയായിരുന്നു ഞാൻ. തിരുവനന്തപുരത്തായിരുന്നു അതിൻ്റെ പ്രവർത്തനങ്ങളും കാര്യങ്ങളും. പക്ഷേ ഞാൻ വളർന്ന ചുറ്റുപാട് മണിച്ചേട്ടനെ പോലെയുള്ളതായതുകൊണ്ട് എനിക്ക് പുള്ളി ഭയങ്കര ഇഷ്ടമെന്ന് വെച്ചാൽ പാട്ട്, പുള്ളിയുടെ പാട്ട്, ആട്ടോ ഡ്രൈവറായിരുന്നു ഞാൻ. പുള്ളിയുടെ ഫോട്ടോയും ഒക്കെ വെച്ചാണ് വണ്ടി ഓട്ടിക്കുകയും പുള്ളിയുടെ പാട്ടേ വണ്ടിയിൽ ഇടുകയുള്ളൂ. അങ്ങനെയൊക്കെ ആയി പല പ്രോഗ്രാമിനും ആറ്റിങ്ങളൊക്കെ 2-3 നാദൃശ്യമൊക്കെ ഒരു പ്രോഗ്രാം വന്നു. അന്ന് കാണാൻ പറ്റില്ല, കൈ ഇങ്ങനെ ഷേക്കാണ്ട് ഇതുവരെ കൊടുക്കാൻ വേണ്ടി ഇതുവരെ കൊണ്ട് വന്നപ്പോൾ പോലീസിനെ നടി കിട്ടി തിരിച്ചു പോയി. അങ്ങനെ ഭയങ്കരമായിട്ടുള്ളൊരു ഇഷ്ടമായിരുന്നു, അമൃതമായ ഒരു വല്ലാത്തൊരു ഇഷ്ടമായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ഫാൻസ് അസോസിയേഷനിൽ തുടങ്ങുകയും അങ്ങനെ ഞാൻ ഒരു കാറ് വേറൊരാളെ ഒരു പോളിസി വണ്ടി ഓട്ടിക്കാൻ കിട്ടി. അപ്പോൾ ദിലീപ് ഏട്ടനായിട്ടൊക്കെ പരിചയപ്പെട്ടു. എൻ്റെ അന്ന് പുള്ളി വഴി എനിക്കൊരു സിനിമ ഓട്ടം കിട്ടി. ഒരു തമിഴ് പടത്തിൻ്റെ ഓട്ടം തന്നായിരുന്നു പാലക്കാട് വെച്ചിട്ട്, കാതൽ മൗന വഴി എന്ന് പറഞ്ഞൊരു പടത്തിൻ്റെ, സുകുമാരിയമ്മ ഒക്കെ ഉള്ള ഒരു പടത്തിൻ്റെ. അപ്പോൾ അതിൽ ചെറിയ ഒരു പോലീസ് വേഷമൊക്കെ കിട്ടി. ഇവരെയൊക്കെ മണിച്ചേട്ടൻ്റെ സപ്പോർട്ടൊക്കെ ഉണ്ട് തന്നെ. അത് കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ച് കോട്ടയത്താണ് എൻ്റെ പ്രൊഡ്യൂസറിൻ്റെ വീട്. തിരിച്ച് പ്രൊഡ്യൂസറിനെ കോട്ടയത്ത് കൊണ്ടാക്കാൻ വന്നപ്പോൾ ഇവർ ദിലീപ് ഏട്ടനെ വിളിച്ചിട്ട് പറഞ്ഞ്, നീ ചാലക്കുടിയിലോ ഒന്ന് വരണം, അച്ഛൻ്റെയും ചേട്ടൻ്റെയും ആണ്ട് അവിടെ വെച്ച് പരിപാടി നടക്കുകയാണ്, അതുവരെ വരണമെന്ന് പറഞ്ഞു. അവിടെ ചെന്നു. അപ്പോഴാണ് ഫാൻസ് അസോസിയേഷൻ്റെ താല്പര്യമില്ല, മണിച്ചേട്ടൻ പറഞ്ഞു വേറെ എന്തെങ്കിലും ഒരു സംഘടന തുടങ്ങണം എന്ന് പറയുകയും അന്ന് നമ്മൾ കലാഭവൻ മണി സേവന സമിതി, കലാഭവൻ മണി ഫാൻസ് ആൻഡ് സേവന സമിതിയാണ് ആദ്യം രൂപം കൊണ്ടത്. അത് 2011 പിന്നെ രജിസ്റ്റർ ചെയ്യുന്നത്. പ്രവർത്തനങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്തു, പിന്നെ ചാരിറ്റി മാത്രമേ ചെയ്തിട്ടുള്ളൂ. പിന്നെ 2011 ഫാൻസ് ആൻഡ് സേവന സമിതി രജിസ്റ്റർ ചെയ്തിട്ട് അപ്പോൾ ചേട്ടൻ പറഞ്ഞ സർക്കാരുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണോ കിട്ടണമെങ്കിൽ ഫാൻസ് വേണ്ട, വെറും സേവന സമിതി എല്ലാം മതി. അങ്ങനെ കലാഭവൻ മണി സേവന സമിതി 2013 മുതൽ. എന്തൊക്കെയാണ് ഈ സേവന സമിതിയുടെ പ്രവർത്തനങ്ങൾ? സൗജന്യമായിട്ട് ആംബുലൻസ് സർവീസ് ഉണ്ട്, രക്തദാനം, അനാഥ കുട്ടികളെ കല്യാണം കഴിപ്പിക്കൽ. ഇതിന് ഫണ്ട് എങ്ങനെയാണ്? ആറ്റിങ്ങളൊക്കെ ഉള്ള ആൾക്കാരാണ് തരുന്നത്. ഇതുവരെയും എൻ്റെ ചേട്ടൻ്റെ കയ്യിൽ നിന്ന് ഇത് ഒരു രൂപ പോലും, കാരണം സമൂഹം മൊത്തം പറയുന്നത് മണിയുടെ നിന്ന് ഫണ്ട് മേടിച്ച് ഇത് ചെയ്യുന്നതാണ്. പക്ഷേ മണിച്ചേട്ടൻ്റെ കയ്യിൽ നിന്ന് ഇതുവരെ ഒരു രൂപ പോലും മേടിച്ചിട്ടില്ല. എൻ്റെ 6 സെൻറ്റ് വസ്തു വിട്ടാണ് ഞാൻ ഇത് തുടങ്ങുന്നത്. അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴുണ്ടാകുന്ന പ്രശ്നം, ചേട്ടൻ മരിച്ചതിന് ശേഷം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ചിലപ്പോൾ സഹിക്കാൻ പറ്റാത്ത രീതിയിലാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒന്ന് ഇവിടെ ഒരു അവസ്ഥയിൽ, കാരണം വളരെ ദുഃഖത്തോടെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. കാരണം നമ്മൾ ആരോപണങ്ങൾ, പ്രശ്നങ്ങളൊക്കെ വരുന്നുണ്ട്, ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നുണ്ട്. എന്തൊക്കെയാ പറയുന്നത്? സംഘടനകൾ മതിയാക്കണമെന്ന് പറയുന്നുണ്ട്, നീ മാത്രമല്ല കലാഭവൻ മണി സ്നേഹിക്കുന്നവരെന്ന് പറയുന്നുണ്ട്. അങ്ങനെയൊക്കെ ഒരുപാട് ഒരുപാട് ആൾക്കാർ ഇതുപോലെ. കാരണം നമുക്കിപ്പം ഇപ്പോൾ നമ്മൾ ആരെയും പേടിക്കല്ല, തുറന്നു പറയണം. കഴിഞ്ഞ ദിവസം എനിക്ക് ഭയങ്കര ഒരു ഇതുണ്ടായിരുന്നു. കാരണം മണിച്ചേട്ടൻ്റെ സിനിമ ലാസ്റ്റ് അഭിനയിച്ച പടം എന്ന് പറയുന്ന ഒരു പടം റിലീസായിരുന്നു, പോയി മറിഞ്ഞു പറയാതെ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ വളരെ വിഷമമുള്ള കാര്യം. കാരണം പുള്ളിയുടെ സിനിമ, നമ്മളൊക്കെ സിനിമയും കൂടെ ഇഷ്ടപ്പെടുന്ന ഒരാളായിരുന്നു. അതുകൊണ്ടാണ് പുള്ളിയുടെ ആ സിനിമകൾ നമ്മൾ ഫ്ലെക്സ് വയ്ക്കുക അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമായിരുന്നു. അപ്പോൾ ഈ പോയി പറഞ്ഞ് ആ പടം ഒരു ദിവസമാണ് തിയേറ്ററിൽ ഓടിയത്. വ്യാഴാഴ്ച ഒരു ദിവസമേ ഓടിയുള്ളൂ, വെള്ളിയാഴ്ച തൊട്ട് പടം മാറി. അങ്ങനെ അതിൻ്റെ പ്രൊഡ്യൂസറുമായിട്ടൊക്കെ സംസാരിച്ചപ്പോൾ പ്രൊഡ്യൂസർ നമുക്ക് ആദ്യം ഈ സമിതിക്ക് വേണ്ടിയിട്ടൊരു സഹായമൊക്കെ ചെയ്തു തരുന്നത്. കാരണം മാമത്ത് കിടാവിളക്ക് സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പുറമ്പോക്കെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പൊളിച്ച് കളയൊക്കെ ചെയ്തു. അപ്പോൾ പറഞ്ഞ് നിങ്ങൾക്ക് പെരേടം മേടിക്കാൻ വേണ്ടിയിട്ടൊക്കെ സഹായിക്കാൻ, നിങ്ങൾ ഈ സിനിമയുടെ പ്രൊമോഷനൊക്കെ ചെയ്യണമെന്ന് അന്നത്തെ പ്രൊഡ്യൂസർ പറഞ്ഞായിരുന്നു. അങ്ങനെ ഈ പടം മാറ്റിയതിൻ്റെ പേരിൽ നമ്മൾ തൃശ്ശൂർ വെച്ച് ഒരു പ്രസ് മീറ്റിംഗ് നടത്തിയായിരുന്നു. പ്രസ് മീറ്റിംഗ് നടത്തി ഞാൻ വീട്ടിൽ വന്നപ്പോഴാണ് എനിക്ക് പിന്നെ ഫോൺ കോൾ പല ജില്ലകളിൽ നിന്നും വിളിച്ചിട്ടുണ്ടായിരുന്നു. എന്നെ വിളിച്ചിട്ട് പറഞ്ഞ്, നീ മാത്രമല്ല കലാഭവൻ മണി സ്നേഹിക്കുന്നത്, മര്യാദയ്ക്കൊക്കെ ഒതുങ്ങിയൊക്കെ നടന്നില്ലെങ്കിൽ വളരെ വിഷയം, കേസിലെ പ്രതികളുടെ അത് വേറെ 2-3 വ്യക്തികൾ, അത് പേരുകളൊന്നും പറഞ്ഞില്ല. പിന്നെ സജി എന്ന് പറയുന്ന ഒരു വ്യക്തി പത്തനംതിട്ടയിലുള്ള, ഒരുപാട് ജില്ലകളിൽ നിന്നൊക്കെ ആൾക്കാർ വിളിച്ചിരുന്നു. ജില്ലകളിൽ നിന്നാണ് ഇതൊക്കെ വിളിച്ചിരിക്കുന്നു. നമ്മൾ പ്രതീക്ഷിക്കുന്നില്ലല്ലോ ഇങ്ങനൊരു സംഭവം വരുമെന്നുള്ളത്, ഇങ്ങനൊരു അറിയില്ല. നമ്മളൊരിക്കലും മണിച്ചേട്ടൻ്റെ സിനിമയും അതുപോലെ തന്നെ മണിച്ചേട്ടനെ ഒരുപാട് ഇഷ്ടമാണ്. കാരണം വെച്ചാൽ ഇനി ആരെന്ത് പറഞ്ഞാലും എൻ്റെ നരമ്പ് പിടയ്ക്കുന്നവരെ ഞാൻ മണിച്ചേട്ടന് വേണ്ടി പ്രവർത്തിക്കും. അത് സംഘടനകളൊന്നും അല്ലെങ്കിൽ പോലും അത് ഞാൻ ചെയ്യും. അത് ആരെങ്കിലും പറയാണ്ട് വെറുതെ ഒരാൾ വിളിക്കില്ല. കാരണം കേരളത്തിലുള്ള ജനങ്ങൾ മുഴുവൻ മണിച്ചേട്ടനെ ഇഷ്ടപ്പെടുന്നതാണ്. മണിച്ചേട്ടൻ്റെ പ്രോഗ്രാമോ അല്ലെങ്കിൽ സിനിമയോ എന്തെങ്കിലും പുതിയത് കാണാൻ ആഗ്രഹിക്കുന്നവരാണ്. അത് വേണ്ട എന്ന് ആവശ്യപ്പെടുന്ന ആൾക്കാരാണ് വിളിച്ച് ഭീഷണിപ്പെടുത്തുന്നത്. അത് ആരും ആവാം, അതിന് പിന്നിൽ ഒരാളെ ഉണ്ടാവുള്ളൂ, അതെല്ലാവർക്കും അറിയാം. ഇതിന്റെ ഭാഗമായിട്ട് നമ്മൾ പ്രസ് മീറ്റിംഗ് വളർത്തിയിട്ട് നേരെ മന്ത്രിമാരെ കാണുകയും ചെയ്തു. നമ്മൾ പ്രസ് മീറ്റിംഗ് അന്നത്തെ തൃശ്ശൂർ നടത്തിയ പ്രസ് മീറ്റിംഗിൽ ഞാൻ 3 കാര്യമാണ് ആവശ്യപ്പെട്ടത്.
ഒന്ന് നമ്മുടെ ചേട്ടൻ മരിച്ചിട്ട് ഇത് ആരാണ് ഈ മരണം എന്ന് നമ്മളൊക്കെ വിശ്വസിക്കുന്നു, കൊലപാതകമാണോ ആത്മഹത്യയാണോ എന്ന് നമുക്ക് ഇതുവരെയ്ക്കും അറിയാൻ പറ്റില്ല. അതിൻ്റെ ഇടയിൽ പുള്ളിയോട് കാണിച്ച ഏറ്റവും വലിയ അവഗണന, പുള്ളിയുടെ കിടാവിളൊക്കെ ആറ്റിങ് സ്ഥാപിച്ചു. കാരണം 2.5 വർഷം മുമ്പാണ് ആ ഒരു സ്ഥാപനം അവിടെ പ്രവർത്തിക്കുന്നത്. റോഡ് സൈഡിൽ അവിടുത്തെ പോലീസും അവിടുത്തെ MLAയും അധികാരികളെല്ലാം പറഞ്ഞാൽ അവിടെ ഏറ്റവും കൂടുതൽ മരണം നടക്കുന്ന സ്ഥലമാണ്. ഈ മാമം എന്ന് പറയുന്ന സ്ഥലത്താണ് ഏറ്റവും കൂടുതൽ മരണം നടക്കുന്നത്. അപ്പോൾ അതിനെ തടയാൻ വേണ്ടി നമ്മൾ ലൈവായിട്ട് നടക്കുന്ന കുറേ ചെറുപ്പക്കാരായതുകൊണ്ട് നമ്മളെ ഏൽപ്പിച്ചു. ഒരു ഷട്ടർ അവിടെ ഒരുക്കി തന്നു. രാത്രി 11 മണി മുതൽ വെളുപ്പാൻ രാവിലെ നമ്മളെ കുടുംബത്തെ മറന്നുകൊണ്ട് നമ്മളവിടെ പ്രവർത്തിക്കുകയാണ്. അപ്പോൾ അത് മനസ്സിലാക്കാതെ അപ്പോൾ പെട്ടെന്ന് നമ്മുടെ ചേട്ടൻ നഷ്ടപ്പെട്ടപ്പോൾ നമ്മളെ പ്രവർത്തകർ എല്ലാവരും രാത്രിയും പകലും ഒക്കെ അവിടെയാണ്. അപ്പോഴും നമ്മുടെ ആ ഓർമ്മ നിലനിർത്താൻ വേണ്ടി ഒരു വിളക്ക് രാമകൃഷ്ണൻ ചേട്ടനെ കൊണ്ട് തന്നെയാണ് അവിടെ വിളക്ക് കത്തിച്ചത്. ഭയങ്കരമായ ജനപങ്കാളിത്തം ഉണ്ടാക്കിയാണ്. അവർ അപ്പോഴും വേണമെങ്കിൽ ഇവർക്ക് തടയാമായിരുന്നു. ഇത് പുറമ്പോക്കാണ്, അവിടെ അങ്ങനെ സംഭവിക്കാം, അങ്ങനെ ചെയ്യാൻ പറ്റില്ല എന്ന് വേണമെങ്കിൽ പറയാമായിരുന്നു. അതൊന്നും എതിർക്കാതെ പെട്ടെന്നൊരു രാത്രി വന്നിട്ട് 12 മണിയായപ്പോൾ വന്ന് JCB കൊണ്ടുവന്ന് ഇടിച്ച് കളക്ടർ ഓർഡറാണ് എന്ന് പറഞ്ഞ് അത് ഇടിച്ചു മാറ്റി പുറമ്പോക്കാണെന്ന് നമ്മൾ മനസ്സിലാക്കാം. പുറമ്പോക്ക് തന്നെ നമ്മൾ ഏത് സമയവും മാറ്റിക്കൊടുക്കാമെന്ന് അന്നത്തെ CA DSP അല്ലെങ്കിൽ അവിടുത്തെ MLAമാർ പറഞ്ഞിട്ടാണ് അത് ചെയ്യുന്നത്. എല്ലാം ഫിറ്റിംഗ് ഒക്കെ ഇളക്കി മാറ്റാൻ പറ്റുന്ന രീതിയിലുള്ള സംവിധാനങ്ങൾ. പക്ഷെ അത് നമ്മൾക്ക് പിന്നെ വേറെ വരുമാന മാർഗം എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാവരും ചെറുപ്പക്കാരുണ്ട്, കാറ്ററിംഗ് സർവീസൊക്കെ ഉണ്ട്, അതെല്ലാം മണ്ണിൻ്റെ അടിയിൽ. പിന്നെ അന്നദാനമുണ്ട്, മുടങ്ങാതെ എല്ലാ ആശുപത്രികളിലും അവിടെ നമ്മൾ സൗജന്യമായിട്ട് അന്നദാനം ചെയ്യുന്നുണ്ട്. ഈ പാത്രങ്ങളെല്ലാം നഷ്ടപ്പെടുത്തിക്കൊണ്ടാണ് ആ ഒരു ഇത് വന്നത്. കലാഭവൻ ജയൻ, മണിയുമായിട്ടുള്ള സൗഹൃദം എങ്ങനെ ഓർമ്മിക്കുന്നു? 27 വർഷം മുമ്പാണ് മണിനെ പരിചയപ്പെടുന്നത്. 27 വർഷം. ചാലക്കുടി ബോയ്സ് സ്കൂളിലാണ് ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചത്. ആ 27 വർഷം മുമ്പാട് ഞങ്ങൾ KG മാർക്കസിന് ഒരു ഗാനമേള ഉണ്ടായിരുന്നു. പീറ്റർ കലാഭവൻ എന്ന് പറഞ്ഞ ഓർഗൻ വായിക്കുന്ന പീറ്ററായിട്ടാണ് ആ പരിപാടി സംഘടിപ്പിച്ചത്. അപ്പോൾ അതിനകത്ത് ഞാനും മണി ഒറ്റയ്ക്കും മിമിക്രി കളിച്ചിറങ്ങുന്ന സമയമാണ് നാട്ടിൽ. അപ്പോൾ എല്ലാവരും പറഞ്ഞു ഞങ്ങൾ ഒരുമിച്ച് കളിക്കി എന്ന് പറഞ്ഞു. പീറ്ററുടെ പറഞ്ഞ് ഞങ്ങളന്ന് ആ സ്റ്റേജിൽ ഗാനമേളയ്ക്ക് ഇടയ്ക്ക് ഞങ്ങൾ രണ്ടാളും കൂടി ഒരു 3/4 മണിക്കൂർ പരിപാടി അവതരിപ്പിച്ചു. അങ്ങനെ ആ പരിപാടി വൻ വിജയം. അന്നത്തെ ഒരു കാലത്ത് ഞാൻ നടന്മാരെ അവതരിപ്പിക്കുമ്പോൾ പുള്ളി കുറേ കോമഡികളൊക്കെ അവതരിപ്പിച്ചു, ജനങ്ങളുടെ കയ്യിൽ പാട്ടും പാടി. ആ ഒരു ഭയങ്കര ഓർമ്മകളായിരുന്നു അന്നത്തെ. പിന്നീടാണ് തുടർച്ചയായിട്ട് കുറേ സ്റ്റേജുകളും സൈക്കിളുമ്പോഴും ഓട്ടോറിക്ഷയിലും നടന്നും ബസ്സിനും ഞങ്ങൾ കുറേ 2 പേര് പോയിട്ട് കുറേ പരിപാടികൾ കളിച്ചു. ഒരു ലാലെന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു കൂടെ. പിന്നെ ഞങ്ങൾ ഒരുമിച്ച് കലാഭവനിൽ ഞാൻ കയറി പെട്ടു. ഒരു തൊട്ടടുത്ത മാസം മണി കലാഭവനിലേക്ക് വന്നു. പിന്നെ അവിടെ ഞങ്ങൾ 4 വർഷം. പിന്നെ മണി ഒരു ട്രൂപ്പ് തുടങ്ങി, ജോക്കേഴ്സ് എന്ന് പറഞ്ഞ്, അതിനകത്ത് 1 വർഷം. പിന്നെ അതിന് കഴിഞ്ഞ് ഞങ്ങൾ ഗിന്നസിലേക്ക് പോയി കുറച്ചാൾ. പിന്നെ മണിയുടെ കുറേ സ്ട്രൈക്ക്, പിന്നെ കുറേ പരിപാടികളും ആയിട്ട് പിന്നെ വിദേശത്ത് ഒരു ദുബായിൽ പോയി. അങ്ങനെ എന്താ പറയുക, എൻ്റെ ജീവിതത്തിൽ ഭൂരിഭാഗം സമയം 500-ൽ മേലേക്കുണ്ടെന്ന് തോന്നുന്നു ഞാൻ മണിയോടൊപ്പമായിരുന്നു പരിപാടി കളിച്ചിട്ടുണ്ട്. അത് മറക്കാൻ പറ്റില്ല. ഇപ്പം മരിച്ചു കഴിഞ്ഞ് ഇപ്പം നമ്മൾ ഓരോ സ്ഥലങ്ങളിൽ ചെല്ലുമ്പോഴാണ് വിഷമം വരുന്നത്. ഇപ്പം തിരുവനന്തപുരം വരുമ്പോൾ അവിടെ അന്ന് കളിച്ച അമ്പലങ്ങളും അതുപോലെ തന്നെ എല്ലാ പറയുന്ന സൗഹൃദം സ്റ്റേജുകളിലല്ലാതെ ജീവിതത്തിലുടനീളം ഒരുപാടുണ്ട്. തുടർന്നിരുന്നു. എൻ്റെ പെങ്ങള് മരിച്ചു, ഒരു 16 വയസ്സോളം മരിച്ച സമയത്ത് അന്ന് മണി അവിടേക്ക് വന്നു. അന്ന് മണി മിമിക്രി അടിക്കുന്ന സമയത്ത് അത് കാശൊന്നും തരാം. മണി ഒരു 3000 രൂപ വന്നിട്ട് ജയ എന്തൊക്കെ എന്തൊക്കെ വേണമെങ്കിൽ ചെയ്തോ എന്ന് പറഞ്ഞു. പിന്നെ ലാസ്റ്റ് പുള്ളിനെ കണ്ടപ്പോൾ എനിക്ക് കാണാൻ പറ്റാത്ത അവസ്ഥയിൽ പുള്ളി ഭയങ്കര ക്ഷീണിച്ചൊരവസ്ഥ. ഞാൻ 6 മാസത്തോടെ പുള്ളിനെ കണ്ടത്. അന്ന് പുള്ളി വീട്ടിലിങ്ങനെ ഇരിക്കണം. അപ്പോൾ ഞാൻ ചിന്ത മണി അസുഖം എന്താ നിനക്ക് എല്ലാവരും പറയണ്ടില്ല അസുഖമാണ്. അപ്പോൾ ഞാൻ ചോദിക്കാൻ വന്നു, പറഞ്ഞു എനിക്കൊരു അസുഖമില്ലാന്ന് പറയാൻ കുറേ ചീത്ത പറഞ്ഞു. എനിക്ക് ഇഷ്ടമല്ല അസുഖം എന്ന് പറയുന്നത്. എൻ്റെ പിന്നെ വെച്ച് ജയ മക്കളൊക്കെ എന്ത് സുഖമായിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ 2 കുട്ടികൾ ഓട്ടീസാണ്, 2 കുട്ടികൾ ഇരട്ടകൾ. അപ്പോൾ 2 കുട്ടികളുടെ വിശേഷം ചോദിച്ചു, പഠിക്കുന്നുണ്ടോ, അവരെങ്ങനെ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടോ. അപ്പോൾ വൈഫ് ഇപ്പോൾ ചേർത്തിലാണ് ജോലി ചെയ്യണത്, എൻ്റെ വൈഫേ. അപ്പോൾ വീട്ടിലേക്ക് ഡെയിലി പോക്ക് വരും. മണി ട്രാൻസ്ഫറൊന്നും ശരിയായിട്ടില്ല, കുറേ അപേക്ഷ കൊടുത്തു. 6 മാസമായിട്ട് തിരുവനന്തപുരത്ത് കയറി നടക്കണം. മണി പറഞ്ഞു ഭരണമൊക്കെ മാറട്ടെ ചെയ്യാന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ സഹായിക്കണ കാര്യത്തിൽ മണി എപ്പോഴും ആ സൗഹൃദം മണിയായിട്ട് ഞാൻ എപ്പോഴും നിലനിർത്തിയിട്ടുണ്ട്. പരമാവധി ഞാൻ പുള്ളിനെ അധികം ബുദ്ധിമുട്ടിക്കാറില്ല മാത്രം. കാരണം അത്ര അടുപ്പാണ് മണിയായിട്ടുള്ള പറയുന്ന ആരോപണത്തിൽ ജയനുണ്ടോ? ഈ ആരോപണത്തിൽ എന്നെ പെടുത്തിയിട്ടില്ല ആരും. കാരണം ഞാനവിടെ എങ്ങനെ പെടുത്തി ആരും ഇത് പറഞ്ഞിട്ടില്ല, അതിനെ കുറിച്ച് പറഞ്ഞില്ല. കാരണം ഇതിൽ ഏറ്റവും അധികം ആരോപണം കേട്ടിട്ടുള്ള ജിൻഡോയാണ്. അതെന്താ ജിൻഡോ ഇത്രയും ജിൻഡോയെ കുറിച്ച് ഇത്രയേറെ ആരോപണം വരാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മണിച്ചേട്ടന്റെ കൂടെ ശരിക്കും പറഞ്ഞാൽ മണിച്ചേട്ടന്റെ കുടുംബക്കാർക്ക് മണിച്ചേട്ടൻ കൊടുക്കുന്നതിലും സ്നേഹം ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് നമുക്കറിയത്തില്ല. മണിച്ചേട്ടൻ്റെ വ്യക്തിപരമായ ഒരു കാര്യങ്ങളിലേക്ക് നമ്മൾ ഇതുവരെ ചോദിച്ചിട്ടുമില്ല, ആൾ പറഞ്ഞിട്ടുമില്ല. മണിച്ചേട്ടൻ്റെ അനിയൻ ഒരു കലാകാരനാണ്, രാമകൃഷ്ണൻ. എൻ്റെ അടുത്ത സുഹൃത്തുകൂടിയായിരുന്നു. ഞങ്ങളൊന്നിച്ച് ഒരു സിനിമയിൽ മസനഗുഡി മന്നാടിയാർ സ്പീക്കിംഗ് എന്ന് പറഞ്ഞ സിനിമയിൽ മണിച്ചേട്ടനെ പരിചയപ്പെടുന്നതിന് മുമ്പ് എനിക്ക് രാമകൃഷ്ണൻ അറിയാം. ഞങ്ങളൊന്നിച്ച് അഭിനയിച്ചുകൊണ്ടിരുന്ന രാമകൃഷ്ണൻ ഇടയ്ക്ക് വിളിക്കുമായിരുന്നു. മണിച്ചേട്ടൻ്റെ കൂടെ ഞാൻ ട്രൂപ്പിൽ കയറുന്ന സമയത്തും രാമകൃഷ്ണൻ ഇടയ്ക്ക് എന്നെ വിളിക്കും.
എന്നെ വിളിച്ചിട്ട് രാമകൃഷ്ണൻ പറയാം, എടാ ചേട്ടനോടൊന്ന് പറയാം, എന്നെയും കൂടെ കൂട്ട്. ഞാൻ പറഞ്ഞു, നിന്റെ ചേട്ടനോട് നീ പറ, ഞാനെങ്ങനെ പറയുന്നത്, ഞാൻ തന്നെ അവിടെ കഷ്ടിച്ച് നിൽക്കുന്നത്, ഇടയ്ക്ക് ഞാൻ നിന്റെ കാര്യം ഇങ്ങനെ പോയി പറയുന്നത്. അങ്ങനെ അവൻ പറഞ്ഞു, പക്ഷേ എനിക്ക് ചേട്ടനോട് മിണ്ടാൻ പറ്റില്ല, ചേട്ടനോട് എനിക്ക് പറയാൻ പറ്റില്ല, ചേട്ടൻ സമ്മതിക്കില്ല. ആ ചേട്ടൻ സമ്മതിക്കില്ല, പിന്നെ ഞാൻ എന്ത് ചെയ്യാം? അങ്ങനെ ഈ ട്രൂപ്പിലേക്ക് ഈ രാമകൃഷ്ണൻ, പിന്നെ അതുപോലെ തന്നെ മണിച്ചേട്ടൻ്റെ ഒരു പെങ്ങടെ മോനുണ്ട് രഞ്ജിത്ത് എന്ന് പറഞ്ഞ്, ഇവർക്കൊന്നും, അവൻ മിമിക്രി ആർട്ടിസ്റ്റാണ്, അവൻ കുറച്ച് ചാനലിലൊക്കെ ചെറിയ ചെറിയ പ്രോഗ്രാമുകളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇവർക്കൊന്നും അങ്ങോട്ട് വരാൻ പറ്റാത്തതിൻ്റെ കാരണക്കാർ ഞങ്ങളാണെന്നാണ് അവർ പറയുന്നത്. പക്ഷെ അതിൻ്റെ യഥാർത്ഥ വശം അതല്ല. മണിച്ചേട്ടൻ അവരെ കൊണ്ടുപോകാത്ത മണിച്ചേട്ടൻ്റെ ഇഷ്ടമാണത്, നമ്മളല്ല തീരുമാനിക്കുന്നതോടെ. അവർക്ക് നമുക്കൊരു അഭിപ്രായം അവിടെ പറയാൻ പറ്റില്ല. അത് മണിച്ചേട്ടനെ തീരുമാനിക്കുന്നത് ആരെ കൊണ്ടുപോകണം കൊണ്ടുപോകണ്ട എന്നുള്ളത്. അവരുടെ വിചാരം നമ്മൾ പറഞ്ഞ് ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കുകയാണ്. അങ്ങനെയുള്ള ഒരു ശത്രുതയാണ് ഇപ്പോൾ മണിച്ചേട്ടൻ മരിക്കുന്നതിന് മുമ്പ് ആരും ഒന്നും പറഞ്ഞിട്ടില്ല. ഇവർ മണിച്ചേട്ടൻ മരിച്ചതിന് ശേഷം ഇവരിങ്ങനെ ആരോപണം കൊണ്ടുവരാനുള്ള കാരണം എന്താ? എന്നെ അവർ അഭിനയിക്കാൻ പറ്റില്ലല്ലോ. അതല്ല കളരിയായില്ലേ, എന്തും പറയാലോ അവിടെ. നമ്മളെ വിളിച്ച് പറയാൻ, നമ്മളെ അത് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര മോശമാണ്. ബീപ് ശബ്ദം മാത്രം ഇടേണ്ടി വരും. എൻ്റെ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് അതുപോലെ ചീത്തയാണ് ഇവർ പറയുന്നത്. അപ്പം മണിച്ചേട്ടൻ എന്ന് പറയുന്ന ആ ഒരു നമ്മളൊക്കെ എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരാളുടെ മരണം ആഗ്രഹിച്ച പോലെയാണ് ഇവരിപ്പോൾ കിടന്ന് കാണിക്കുന്നത്. ഇവരാഗ്രഹിച്ചു എന്ന് ഞങ്ങൾക്ക് പറയാം. ഞങ്ങളെ ചോദ്യം ചെയ്ത പോലെ ഇവരെയും ചോദ്യം ചെയ്യണം. ശരിക്കും ഞാൻ ഇപ്പോൾ ലാസ്റ്റ് സ്റ്റേഷൻ ചെന്നപ്പോൾ ഞാൻ പറഞ്ഞവരോട്, ഞങ്ങളൊക്കെ ചോദ്യം ചെയ്താലും ഇനി ഇവരെയും കൂടെ ചോദ്യം ചെയ്യും.